ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ മോൻ കുറച്ച് ഡള്ളായിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു. അപ്പം സാധാ ഈ ഫുഡിൽ നിന്ന് വരുന്ന പിമ്പിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ പറയുക, മരുന്നിട്ടിട്ടുണ്ട്. അപ്പം ഈ കുറച്ച് ഡാർക്ക് ആകും എന്ന് പറഞ്ഞായിരുന്നു ഫേസ്. സോ അത് കുറച്ചൊരു 1 വീക്ക് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. അപ്പം ഞാൻ ഇന്നലത്തെ കേക്ക് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനത് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് മിൽക്ക് കേക്ക്. ഞാൻ മിൽക്ക് കേക്ക് വേണോ പിസ്സ ഉണ്ടാക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് മിൽക്ക് കേക്ക്. അപ്പം മിൽക്ക് കേക്കിന് എൻ്റെ കയ്യിൽ ബീറ്ററില്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഞങ്ങൾ ഫുള്ള് തപ്പിയിട്ട് കാണുന്നില്ല. ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ഇനി കളഞ്ഞോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അത് കോഫി ബീറ്റർ എങ്ങാണ്ടായിരുന്നു. സോ ഞാൻ ചെറിയൊരു ഹാൻഡ് ബീറ്റർ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ബാക്കി എന്താ പറയുക സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കാമെന്ന് വെച്ചു. കാരണം ഇൻസ്റ്റാമാർട്ടിലൊന്നും വിപ്പിംഗ് ക്രീം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സോ ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിക്കാം. പക്ഷേ കടയിൽ പോകാൻ ഇറങ്ങിയപ്പം ആൾ കയറി ഇരിക്കുന്നതാണ് തലയുടെ മുകളിൽ. സോ എടാ കാക്ക വരുവാടാ. സോ ഞാനൊന്ന് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കട്ടെ കേട്ടോ. ഡോക്ടർ പറഞ്ഞത് മറ്റേ ഇന്ന് ഇച്ചിരി കുറവുണ്ട് പിമ്പിൾസ്. സ്വീറ്റ്സ്, ഡയറി പ്രൊഡക്ട്സ്, ഓയിലി ഫുഡ്, തലയിൽ എണ്ണ വെച്ചിട്ട് ഇറങ്ങിയിട്ട് അങ്ങനത്തെ കുറേ പ്രശ്നം കൊണ്ടാണ് കുരു വരുന്നത്. അല്ലാണ്ട് വേറെ വലിയ ഇതൊന്നും ഇല്ല. അപ്പം ഡയറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ലൂഷ ലൂഷ ആരാ ലൂഷി? ഇത് ലൂഷി. ആ കാക്ക വരുന്നുണ്ട്, ഒളിച്ചിരുന്നു. കാക്ക വരുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ കടയിൽ പോട്ടെ കേട്ടോ. ഗൈസ്, ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മറ്റേത് എൻ്റെ മറ്റേ ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ട് പവർലെസ് ബ്ലെൻഡർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീറ്റർ സോറി. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ കാലാവധി എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. 179 rupees. സോ ലെറ്റ്സ് യൂസ്. എനിക്കറിയില്ല, എനിക്ക് വിപ്പിംഗ് ക്രീം ബ്ലെൻഡ് ചെയ്യാനാണ്. എനിക്ക് വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ലാസ്റ്റ് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് എനിക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ്സ് മേക്ക് ദാറ്റ് ഫേമസ് ആലിയ ഭട്ട് മിൽക്ക് കേക്ക്. ലെറ്റോ കേക്ക് എന്നാണ് മിൽക്ക് കേക്ക്. ലെറ്റോ കഫേയിലെ മിൽക്ക് കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് KGS കഫേ ആണ് ഇൻ ദ ഓഷൻ. അപ്പം അത് ആ മിൽക്ക് കേക്ക് ആവുമോ എന്ന് എനിക്കറിയത്തില്ല. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പം ഞാൻ അതിനുള്ള സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്ലൂബെറിയും കൂടി വാങ്ങിച്ചാൽ ബഡ്ജറ്റ് കാലിയാകും. സോ സ്ട്രോബെറി വാങ്ങിച്ചു. ബ്ലൂബെറി അല്ലാണ്ട് ലൂസിക്ക് വാങ്ങിച്ച സമയത്തൊക്കെ ഐ ഡിഡ്ന്റ് തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ. ബ്ലൂബെറി ലൂസിക്കും കൊടുക്കൽ നിർത്തി. സോ ലെറ്റ്സ് സീ. സോ ഹലോ ഗൈസ്, അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന എക്യുപ്മെൻറ്റ്സ് എടുത്തിട്ട് എല്ലാം ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാനൊരു ചെറിയൊരു പേപ്പറിൽ എന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്തിട്ട് വരട്ടെ. സോ എൻ്റെ ചെറിയ ഹൽക്കുലത്ത് പരിപാടികളൊക്കെ ആണിത്. ഇത് എഴുതി വെച്ചേക്കും. ഒന്നാമത്തെ കാര്യം, ഫാൻ ഇടാൻ പറ്റത്തോണ്ട് നല്ല വേർക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയണത് എൻ്റെ കേക്കിന് വേണ്ടിയിട്ടാണ്, ചുമ്മാ ഇട്ടതാണ്. അപ്പം നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ്. അപ്പം 250 ml, അതായത് 1 cup ഓഫ് മൈദ. ഞാനിതെല്ലാം സെപ്പറേറ്റ് ആക്കി കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പം. 1 cup ഓഫ് മൈദ ഈസ് ഹിയർ. അപ്പം ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ വെച്ചിട്ടെടുക്കാം. ഈ 1 cup ഓഫ് മൈദയിൽ നിന്നും ഐ തിങ്ക് 1.5 tablespoon. This is tablespoon. ഇത് 1. അതിൻ്റെ ഹാഫ് മാറ്റിയിട്ട്
ഈ മൈദനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ 1½ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് വരാം. ഇതിലേക്ക് കുറച്ചുകൂടി ഇടാം, കാരണം നേരത്തെ എൻ്റെ ഇച്ചിരി വീണായിരുന്നു. ഓക്കെ, കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ, അതും ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. സോ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ആണ്. സോ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുത്തു. ആൻഡ് ബേക്കിംഗ് പൗഡർ അപ്പം തന്നെ അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഫുള്ള് കുളമാവും. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇങ്ങനത്തെ മെഷറിങ് സാധനങ്ങളുകൊണ്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ പരിപാടി. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് 1/4, വേർ ഇസ് 1/4, ഇത്രയും സോൾട്ട് എടുക്കണം. ഞാൻ സോൾട്ട് എടുത്തിട്ട് വരട്ടെ. സോ ഞാൻ പോയി ഇത്രയും സോൾട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, അപ്പം ഞാൻ കൂടിപ്പോയാലോ. സോ അത്രയും സോൾട്ടാണ് നമ്മൾ ഇടുന്നത്. ആൻഡ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്ര ഉള്ളതെന്ന് തോന്നുന്നു. ഷുഗർ വേറെയാണ്, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ വായിക്കുന്നത്. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, സോൾട്ട്, കോൺഫ്ലവർ, ഇത്രയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ്. അറിയാണ്ട് ഞാൻ ഈ പാത്രം കഴുകിപ്പോയി, പക്ഷെ തുടച്ചായിരുന്നു. എന്നാലും ഒരു വെറ്റ്നസ് ഉണ്ട്, എനിക്ക് പേടിയാണ് വന്ന് കൊളാവുമോ. സോ അത്യാവശ്യം ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഈ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് സെറ്റായില്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് വായിച്ചു നോക്കിയതാണ്. പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട. ചിലർ 4 മുട്ട പറയും, പക്ഷേ എനിക്ക് മുട്ടേൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ 3 മുട്ട എടുക്കുന്നുള്ളേ. മുട്ട പൊട്ടിച്ചിടാൻ കുറച്ച്, ചിലർ യോഗം വൈറ്റും സെപ്പറേറ്റ് ആക്കിയിട്ട് ബീറ്റ് ചെയ്യുന്ന കാണാം. നന്നായിട്ട് വരാനായിരിക്കും. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1½ ടീസ്പൂൺ വാനില എസൻസ്. മുട്ടേൻ്റെ ഒരു ടേസ്റ്റ് വരാതിരിക്കാനായിരിക്കണം. ഇത് 1 ടീസ്പൂൺ, അതിൻ്റെ ഒരു ഹാഫ്. ഇന്നലത്തെ കേക്ക് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ഇന്നും അതുപോലെ ആയാൽ മതിയായിരുന്നു. എനിക്ക് നല്ല സ്ട്രെസ്സാവുന്നുണ്ട്, കാരണം നമ്മളിത്രയും പൈസ മുടക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. ഞാൻ സ്പൂണും കൊണ്ട് ചെയ്താൽ ആവില്ല, പക്ഷെ എന്നാലും ഒന്ന് ഇനീഷ്യലി ഞാൻ സ്പൂണും കൊണ്ട് ചെയ്യുന്നതാണ്.
നമുക്കൊന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എനിക്കറിയില്ലാവോ എന്ന് നോക്കാം. ആക്ച്വലി ഇത് ഇച്ചിരി ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ ഞാനിത് സെറ്റായി കഴിയുമ്പം ക്യാമറ കാണിക്കാം കേട്ടോ. ആക്ച്വലി ഗൈസ് സംഭവം ഇതുപോലെ പതിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൈയുടെ പത ഇളകും. ബിക്കോസ് നല്ല പാടാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ. നല്ല ഇച്ചിരി ടഫായിട്ടുള്ള പരിപാടിയാണിത്. എന്തായാലും കുറച്ചുകൂടി ചെയ്യാം. അയ്യോ, ഞാൻ കാണിച്ചു തരാവേ. ഇത്രയും പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. ബീറ്റ് ചെയ്തത് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ പൊടിച്ചത് അമ്മ എടുത്ത് ചായക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇത് എത്ര? 3/4. 3/4 വേർ ഇസ് 3/4? അയ്യോ, എൻ്റെ 3/4 കാണാനില്ല. വെയിറ്റ്. 1/4, 1/2, 1 cup, 1/8, 1/4, 2/3. അയ്യോ, ഇന്നലെ 3/4 ഉണ്ടായിരുന്നില്ലേ? ഞാനതൊന്ന് ഗൂഗിൾ ചെയ്ത് മെഷർമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് കുറച്ച് 2/3 ഇട്ടിട്ട് പിന്നെ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇന്നലെ ഉണ്ടാക്കിയത് പൊടിക്ക് മധുരം കൂടുതലായിരുന്നു. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കട്ടയായിപ്പോ, അതാ പ്രശ്നം. ഫുള്ള് ഇടേണ്ടി വരും, കാരണം കട്ടയായിപ്പോയി. ലൂസി, ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ മറിച്ചിടുക. നേരത്തെ 2/3 അല്ലേ ഇട്ടത്. അപ്പം ഞാൻ കുറച്ചും കൂടി ഇടാന്ന് വെച്ചു. ഞാൻ ഇച്ചിരി കൂടി പൊടിച്ചിട്ട് വന്നു. ശരി, അത് മതിയാവുമായിരിക്കും. ഇനി ഇതിലേക്ക് half cup of, where is half? 1/2, 1/2, 1/2, 1/2, half cup of oil ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രയാ നോക്കട്ടെ. mm 1/2 cup of oil ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 3 എഗ്ഗ്,
1.5 കപ്പ് വാനില എസൻസ്, 3 എഗ്ഗ്, 1.5 കപ്പ് ടേബിൾ സ്പൂൺ വാനില എസൻസ്, പിന്നെ ഷുഗർ ഇട്ടു. അതിന് ശേഷം ഓയിൽ 1.5 കപ്പ് ഇട്ടു. പിന്നെ ദിസ് മച്ച് സാധനം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധാരണ വെറ്റിലേക്കാണ് ഡ്രൈ ഇടേണ്ടത്. എടുത്ത ബൗൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് ഡ്രൈ വലുതിലും വെറ്റ് ചെറുതിലും ആയിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് തിരിച്ചും ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഈ പാത്രം കാലിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ ചെയ്യുന്ന അത്രയും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ ഒന്നിലും ചെയ്യുന്ന കിട്ടില്ല. നമ്മുടെ ഈ മുട്ട അടിച്ചതും എല്ലാം കൂടി ഇതിനകത്തിട്ട് കൊടുക്കാം. ഒന്നും കളയരുത്, കാരണം കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കുമല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടാവുക. ഇതിനകത്ത് വേണം നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നും യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എൻ്റെ കൈ നല്ല വാഷ്ഡാണ്. നമുക്കറിയാവുന്നവർ കഴിക്കാനില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. സോ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്, അത്യാവശ്യം ലൂസായിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാകത്തിനുള്ള മധുരമാണുള്ളത്. ആൻഡ് വലിയ ഇതില്ല കേട്ടോ, മുട്ടേൻ്റെ കുത്തൊന്നുമില്ല. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു. ഈ ഒരു പരുവായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഈ ട്രേ ഒന്ന് ബട്ടർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓയിൽ ചെയ്താൽ മതി, ബട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ബട്ടർ പേപ്പർ എടുത്തൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ കേട്ടോ. എൻ്റെ മീൻ വെട്ടുന്ന സിസേഴ്സുള്ളൂ, മറ്റു സിസേഴ്സ് കാണാനില്ല. ഏകദേശം ഒരളവിൽ സെറ്റ് ചെയ്തെടുക്കാം. പണ്ട് വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഗുണമാണ് ഇതൊക്കെ. കട്ട് ചെയ്യുന്ന കണ്ട മറ്റേ പ്രൊഫഷണൽ ആയിട്ടുള്ള ബേക്കേഴ്സിൻ്റെ ചങ്ക് പൊട്ടിപ്പോവും. അമ്മാതിരി കട്ടിങ്ങാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എന്താ ഇരിക്കാത്ത? കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാണ്ട്. അപ്പോഴേക്കും നമുക്കിതൊന്ന് ഓയിൽ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ കൂടിപ്പോയി, കുഴപ്പമില്ല.
ഞാനിത് ഓയിൽ തിരിച്ചിടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇച്ചിരിയും കൂടി സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ വിചാരിക്കുന്നു നേരത്തെ ഇത് മെഷർ ചെയ്തിട്ട് നല്ല രീതിയിൽ കുറേ പേപ്പർ ഇങ്ങനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നാലല്ലേ കാണാൻ പറ്റുന്നുണ്ടോ, സെറ്റായിട്ടിരിക്കുള്ളൂ. ഓക്കെ, ഇവിടെ ഓയിൽ പേപ്പർ ബട്ടർ പേപ്പർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാം. അത് വേറെ ഒന്നുമല്ല, 1 ടീസ്പൂൺ ഓഫ് വിനീഗർ. വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് ഡെമോ പീസ് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കറക്റ്റ്, കൂടുതലൊന്നുമല്ല. കേക്ക് സോഫ്റ്റായിട്ട് വരാനാണെന്നാണ് പറയപ്പെടുന്നത്. പുളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതില്ലാത്തവർക്ക് ലെമൺ യൂസ് ചെയ്യാം, 1 ടീസ്പൂൺ. സോ നല്ലോണം മിക്സ് ചെയ്തു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കേക്ക് ഇനി കുറച്ചുകൂടി ഇടാനുണ്ട്. Wait. സെറ്റ് ആകുമ്പോഴേക്കും മീൻവൈൽ ഞാൻ മൈക്രോവേവ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യട്ടെ. ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു സാധനമാണ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമറ ഇടാക്കാം. സോ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇന്നലെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തത് കുറച്ച് ടൈം ആയിപ്പോയി. കൺവെൻഷനിലേക്ക് ഇടാം. ഒരു 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്കുള്ള സിറപ്പ് എടുക്കാം. മറ്റേ മുകളിൽ കേക്കിനകത്ത് ഒഴിക്കുന്ന സിറപ്പ് ഉണ്ടല്ലോ, അത് 1 കപ്പ് ഓഫ് മിൽക്ക് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാനിങ്ങനെ ഫുള്ള് മെസ്സായി. സോ 1 കപ്പ് ഓഫ് മിൽക്ക് എടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ ഞാൻ എടുത്തു. താഴേക്ക് ഫുള്ള് പാല് വീണു ഗൈസ്. അതൊക്കെ ഞാൻ തന്നെ അതിന് വൃത്തിയാക്കണ്ടേ. ഞാൻ വേഗം കൊണ്ട് വെച്ചിട്ട് വരാം. സോ പാലൊഴിച്ചു. ഇതിലേക്കൊരു 3/4 മെഷർമെൻറ്റിൽ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 2/3 ആണ്. അപ്പം അതിലും കുറച്ചുകൂടി കൂട്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിക്കണം. വെയിറ്റ്. ഇത് ഫുൾ അടിക്കേണ്ടി വരും തോന്നി ഈ പാക്കറ്റ്. എനിക്കിതൊക്കെ കാണുമ്പോൾ സേമിയ പായസം അല്ലെ പാലട പായസം ഉണ്ടാക്കുന്ന ഓർമ്മ വരും. സോ ഇതിലേക്ക് ഫുള്ള് തൂത്ത് പറക്കിയിടാം. ചിലവർ പറയുന്നു വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യണമെന്ന്, ചിലവർ പറയുന്നു ഫ്രഷ് ക്രീം യൂസ് ചെയ്യണമെന്ന്.
സോ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം കുറവായതുകൊണ്ട് നമുക്ക് പകുതി ഫ്രഷ് ക്രീമും പകുതി വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. എനിക്കറിയില്ല അതെങ്ങനെ വരും എന്നൊന്നും. ഞാൻ ഇത്രയും ഒരു 1/3 വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബാക്കി ഫ്രഷ് ക്രീം എടുക്കാം. കാരണം എനിക്കൊരു കപ്പ് ഫുള്ള് ഫ്രഷ് ക്രീമിന് ആവശ്യമുണ്ട്. സോ ഇത്രയും എനിക്ക് എന്തായാലും മുകളിൽ വിപ്പിങ്ങിൻ്റെ ആവശ്യത്തിന് ഫ്രഷ് ക്രീം വേണ്ടി വരും. വിപ്പിംഗ് ക്രീം വേണ്ടി വരും. ഫ്രഷ് ക്രീമാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇത്രയും എടുത്തിട്ടുണ്ട്. തെറിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ പാത്രം ചെറുതായിട്ട് തെറിക്കുന്നുണ്ട്. പതുക്കെ വേണം ചെയ്യാൻ. നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് മുകളിൽ വെക്കുന്ന ട്രേ വെച്ചിട്ട് ഇത് നമുക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. ഇന്നലത്തെ പോലെ തന്നെ കൺവെൻഷനിലിടാം. 180 ഒരു 35 മിനിറ്റ്സ് വെക്കുക. അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയ മെസ്സൊന്ന് വൃത്തിയാക്കി വെക്കണം. ഇത്രയും വൃത്തിയായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. സോ ഇത് ഫുള്ള് വൃത്തിയാക്കണം. അതാണ് എൻ്റെ അടുത്ത ടാസ്ക് വന്നിട്ടുള്ളത്, വൃത്തിയാക്കാം. ഞാൻ കേക്ക് അവനിൽ വെച്ചിട്ടുണ്ട്, സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻവൈൽ നമ്മളുണ്ടാക്കിയ ആ മിൽക്കിൻ്റെ സിറപ്പില്ലേ, അത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം അത് 1 കപ്പാണ് പറഞ്ഞേക്കുന്നത്. 1 കപ്പ് ഉണ്ടായിരുന്നേ. ഫുൾ എടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ വേസ്റ്റേജ് വരും. പക്ഷെ അല്ലാണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ അറിയാം, അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇത്രയും വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിനിറ്റ്, ഓക്കെ, നമുക്കിനി ഇതെടുക്കാം. ഇതും കൂടി ബീറ്റ് ചെയ്ത് നല്ലോണം വിപ്പിംഗ് ക്രീം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരുമ്പം ഞാൻ ഇതിൻ്റെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയാം. വെർത്താണോ, ബീറ്റർ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ, ഒക്കെ നമുക്ക് നല്ല ടൈം എടുക്കും, പെട്ടെന്നൊന്നും ആവത്തില്ല. നമുക്ക് സ്റ്റോറേജ് കളയേണ്ട ഫോണിൻ്റെ അത്രയും നമുക്കിതായിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടൊന്ന് ഫോക്ക് വെച്ച് കുത്തി നോക്കാം. സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഫോക്ക് വെച്ച് കുത്തി നോക്കട്ടെ. യെസ് ഗൈസ്, കറക്റ്റ് 35 മിനിറ്റ്സ്. മുകളിലത്തെ ഭാഗം ഒന്ന് കഴിച്ച് നോക്കട്ടെ. അത് വെറുതെ ചായൻ്റെ കൂടെ കുടിക്കാൻ നല്ലൊരു കേക്കാണ് കേട്ടോ ഇത്. ഞാൻ കുറച്ച് നേരം കൂടെ ആ മൈക്രോവേവ് ചൂട്ടിൽ തന്നെ അത് വെക്കട്ടെ കേട്ടോ. ഷെഫ് നമ്പർ 2 ഓൺ അരിയാട്ടൻ. ഞാൻ ഇളക്കി മടുത്തു. അപ്പം മമ്മി പറഞ്ഞു മമ്മി ഹെൽപ്പ് ചെയ്യാം. ഈ ഐഡിയ മമ്മിയാണ് പറഞ്ഞു തന്നത്. ആക്ച്വലി ഞാൻ മറ്റേ ബീറ്റർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മമ്മി പറഞ്ഞു വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്നാവും. ഇനി നമുക്ക് കേക്കിൻ്റെ ഡ്രസ്സിങ് പരിപാടിയിലേക്ക് പോകാം. ഞാൻ ബീറ്റ് ചെയ്തൊരു പരുവായി, എന്നിട്ടും സെറ്റായിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നത്. സീനില്ല, നല്ല ചൂടുണ്ട്, പക്ഷെ നമുക്ക് ഇളക്കിയെടുക്കാം.
അടിപൊളി സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഈ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിന് മുന്നിൽ ഫുള്ള് ഹോളിടണം. ഫോക്ക് വെച്ചിടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് ആഡ് ചെയ്യാം. ഇത് കുറച്ചെടുത്ത് മാറ്റി വെക്കണം നമ്മുടെ ഇതിലിടാൻ വേണ്ടിയിട്ട്. നല്ല എക്സസ് ആയിട്ട് വരുന്നത്. 10 minutes വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യും. എന്താ എന്നെ വിളിച്ചേ? ഇന്ന് മഴ പെയ്യുമല്ലോ. കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കഴുകിയതാണ്. അമ്മ ഒരു സ്ട്രോബെറി ലൂസിക്ക് കൊടുത്തേ. എന്നാ കൊടുക്കണ്ട, വേണ്ട. എന്നാ പുളികളുള്ള ഫുഡ് കൊടുക്കില്ലെന്ന ഡോക്ടർ പറഞ്ഞു. പുളിയുള്ളതൊന്നും കൊടുക്കില്ലെന്നാ പറഞ്ഞു. എന്നാ വേണ്ട. ഇപ്പൊ ലൂസിക്ക് സ്ട്രോബെറി ഇല്ല. ഞാൻ ഒരെണ്ണം പുളിയാ അവൻ കഴിക്കൂല എന്തായാലും. കട്ട് ചെയ്തെടുക്കല്ലേ, കട്ട് ചെയ്യാത്തെടുക്ക്. അത് ഇതിന്റെ മുകളിൽ ഡ്രസ്സിങ്ങിന് വെച്ചേക്കുന്ന. തിന്ന് നോക്കിട്ട് എടുക്കണോ? ഒരു പക്ഷെ നമ്മളൊന്ന് മൂന്നാറിന്ന് വാങ്ങിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് സെറ്റാകുന്ന ടൈം കൊണ്ട് നമ്മുടെ കേക്കിന്റെ സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം. നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ കുടിക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഈ ഫ്രോസ്റ്റിംഗ് ഇടാം. ഇത്രയും പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് സ്ട്രോബെറി വെച്ച് കൊടുക്കാം. വെള്ളം പോലെ ആയി. പക്ഷെ
കേക്ക് ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ലുക്ക് വൈസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. ഇനി നമുക്കിതൊരു 2-3 hours ഫ്രിഡ്ജിൽ വെക്കാം. ആ മുകളിലത്തെ ഫ്രോസ്റ്റിങ് മാത്രം കുളമായിപ്പോയി. അതിൻ്റെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ടാണ്. ബീറ്റർ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വന്നേനെ. എന്താ 1 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തമ്മിലെടുത്താലോ. സോ 1 മണിക്കൂർ നിന്ന് ഫ്രിഡ്ജിൽ സെറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇന്ന് 2 മണിക്കൂർ വെക്കണം എന്നാണ്. പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടും ഞാനൊരു ചെറിയ പീസാണ് എടുക്കുന്നത്. നോട്ട് ഗോയിങ് ഫോർ ബിഗ് പീസ്. ഇത് കണ്ടോ? ആൻഡ് ഇതിൽ ഈ ഒരു സിറപ്പ് കൂടി ഒഴിക്കണം. കുറച്ച് ഒഴിക്കുന്നുള്ളൂ, കാരണം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഷുഗർ കട്ട് ചെയ്യണമെന്ന്. കാണാൻ പറ്റുന്നുണ്ടോ? സോ കുറച്ച് ഞാൻ ഒഴിച്ചുള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ. സോഫ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കുറച്ച് ബേക്കിംഗ് സോഡ കൂടിപ്പോയി. അകത്തേക്ക് പോകുമ്പം റിയലി യമ്മി. ആ ഒരു ഫസ്റ്റ് പോർഷൻ ആയിരിക്കും അവിടെ മാത്രം നിന്ന് ഈ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ മാസ്മരികം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല ഗൈസ്, സീരിയസ്ലി. ആ സ്ട്രോബെറിൻ്റെ തൊട്ടുമ്പോൾ ആ ഒരു പുളിപ്പും ട്രൈ ചെയ്യണം ഗൈസ്, മസ്റ്റ് ട്രൈ ആണ്. ഞാനായിരിക്കും ഈ കേക്ക് ഏറ്റവും ലാസ്റ്റ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഞാനിത് പുറത്തുനിന്ന് കുറേ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അതിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയത്. You have to try it. Seriously, you have to try it. ആ സ്ട്രോബെറി ഒന്ന് കഴിച്ചു നോക്കാം. സ്ട്രോബെറിക്ക് വലിയ മധുരമൊന്നും വന്നില്ല, പുളി തന്നെ ഉണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കൂടി പോകാണ്ടിരുന്നാൽ മതി. എൻ്റെ ഒരു തുള്ളി, ഒരു പൊടിക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം വേണമല്ലോ, അത് ഞാൻ തന്നെ ഫിനിഷ് ചെയ്യും. അത്ര അടിപൊളി കേക്കാണ്. ഇന്നലത്തെ കേക്ക് ഫുള്ള് തീർന്ന് ഒരു തുള്ളി പോലും ബാക്കി വന്നില്ലായിരുന്നു. രാവിലെ ഇപ്പം ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്ത് എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ ഇഫ് യു ഗൈസ് റിയലി വാണ്ട് എ യമ്മി കേക്ക്, മസ്റ്റ് ട്രൈ ആണ്. ഇതും ഇന്നലെ ഉണ്ടാക്കിയത് അതിലും സൂപ്പറായിരുന്നു. ഇന്നും ഒരു ചെറിയ, അതായത് ഒരു 10-ൽ നമുക്കിതിനൊരു 9.5 കൊടുക്കാം. 0.5 എൻ്റെ ആ ഒരു മിസ്റ്റേക്ക്, ബേക്കിംഗ് സോഡ കുറച്ച് കൂടിപ്പോയി. പക്ഷേ ഇതിട്ട് ഈ സോസ് ഇടുമ്പം ഇതിട്ടാണല്ലോ ഇത് കഴിക്കുന്നത്, അറിയാൻ പറ്റത്തില്ല. സോ ഇഫ് യു ഗൈസ് റിയലി ലൈക്ക് മൈ ബേക്കിംഗ് വീഡിയോ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേരെ കേട്ടോ. അടുത്ത എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ട്, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ബൈ. അല്ല, അത് എടുത്തിട്ട് ഇതിൽ ഇളക്കണം. എന്നിട്ട് ടേസ്റ്റ് ചെയ്യും. സത്യമായിട്ടുള്ള അഭിപ്രായം പറ. സൂപ്പർ.